തൃശൂർ പാലപ്പള്ളിയിൽ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിയിൽ പുലി ഇറങ്ങി പശുക്കുട്ടിയെയും വളർത്തുനായയെയും കൊന്നു. തോട്ടം തൊഴിലാളിയായ കള്ളാടിക്കുന്നത്ത് ആര്യയുടെ പശുക്കുട്ടിയും നായയുമാണ് ചത്തത്. ഒരു പ്രതികരണം. ചെറിയ കൊച്ചു കുട്ടികളാണ് ഉള്ളത്. ഇത് ഒരു വട്ടം 2 വട്ടം 3 വട്ടം എന്നിട്ട് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാമറ വെച്ചിട്ട് ഇതുവരെ പുറത്ത് വന്നോക്കി പോകും അവര്. അതെന്നെ കാരണം പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ അവര് ക്യാമറ വെച്ച് നോക്കാന്നൊക്കെ പറഞ്ഞു. ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് ഒരു പാടി കിട്ടിയത് ഒരു ഉപകാരം. ഞങ്ങൾക്ക് ഒരു പെരണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പാടിയിട്ട് നിൽക്കൂലായിരുന്നു. അത്ര പേടിച്ചാണ് ഞങ്ങൾ ഇവിടെ കഴിയുന്നത്. തൊട്ടപ്പുറത്ത് തന്നെയാണ് അടുക്കളന്റെ. പാടികള്, കുട്ടികളും അമ്മമാരും എല്ലാവരും ഒരുവിധം എല്ലാവരും താമസിക്കുന്ന ഒരു സ്ഥലത്ത് തൊട്ട് പിന്നിലാണ്. ഇതാണ് ആ സ്ഥലം. ഇത്രയും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. അന്നും മാനേജർമാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞു. ശരിയാക്കാം എന്ന് പറഞ്ഞതല്ലാതെ ഇന്ന് വരെ ശാശ്വതമായൊരു പരിഹാരം ഇതിനുണ്ടായിട്ടില്ല. MS ലിഷോയുടെ ലിഷോയെ ഭീതിതമായ ഒരു സാഹചര്യമാണ്. ഇത്രയധികം പേർ താമസിക്കുന്നിടത്താണ് പുലിയിറങ്ങുകയും വളർത്ത് നായയെയും പശുവിനെയും ഒക്കെ കൊല്ലുന്ന സാഹചര്യം. ഇത് പക്ഷേ ആദ്യവുമല്ലല്ലോ. അപ്പോൾ വനം വകുപ്പ് കൃത്യമായി ഇടപെടാത്തതാണോ ഇപ്പോഴത്തെ പ്രശ്നം? അതായത് പാലപ്പള്ളി മേഖല എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ ആകെ ഈ റബ്ബർ തോട്ടങ്ങളും അതുപോലെ തന്നെ വനപ്രദേശത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശവുമാണ്. ഈ മേഖലയിൽ നിരവധി പാടികളും ഉണ്ട്. ഇതിപ്പോൾ കാരിക്കുളം ഭാഗത്താണ്. കാരിക്കുളം ഭാഗത്തേക്കുള്ള വഴിയിലാണ് ഇത്തരത്തിൽ പാടിയിൽ ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വീട്ടിൽ കെട്ടിയിട്ടിരുന്ന നായയെയും അതുപോലെ തന്നെ പശുക്കുട്ടിയെയുമാണ് ആക്രമിച്ചിരിക്കുന്നത്. വനപാലകരെത്തി പരിശോധന നടത്തിയതിൽ നിന്നാണ് പുലി തന്നെയാണ് ആക്രമിച്ചത് എന്ന ഒരു വ്യക്തത വന്നിരിക്കുന്നത്. ഈ നാട്ടിലെ ഈ പ്രദേശത്തെ ആളുകളൊക്കെ തന്നെ ഭീതിയിലാണ്. കാരണം ഇവിടെയൊക്കെ തന്നെ വലിയ ജനവാസ മേഖലയാണ്. നിരവധി കുട്ടികളടക്കം വീട്ടുമുറ്റത്ത് കളിക്കുന്ന ഒരിടം കൂടിയാണ് ഈ മേഖല എന്ന് പറയുന്നത്. ഈ പാടിയുടെ പ്രദേശത്തെല്ലാം തന്നെ കൃത്യമായി ഈ തോട്ടം മേഖലയിലെ ആകെയുള്ള കാട് പിടിച്ച പ്രദേശങ്ങളൊക്കെ തന്നെ കൃത്യമായി ഈ എസ്റ്റേറ്റ് അധികൃതരും മറ്റും കൃത്യമായി വൃത്തിയാക്കാത്തതും അതിനോടൊപ്പം തന്നെ വനം വകുപ്പിൻ്റെ നിരീക്ഷണം ശക്തമാകാത്തതുമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഇത്രയധികം ആളുകൾ താമസിക്കുന്നൊരിടത്ത് പുലിയുടെ ആക്രമണം ഉണ്ടായത് വലിയ ആശങ്കയാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. കൂട് സ്ഥാപിക്കലടക്കം അങ്ങനെ എന്തെങ്കിലും നീക്കമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും തീരുമാനമുണ്ടോ? ഈ മേഖല എന്ന് പറയുന്നത് ആനയും പുലിയും ഒക്കെ തന്നെ സ്ഥിരമായി ഇറങ്ങുന്നതാണ്. 4 മാസം മുൻപ് ഇതേ മേഖലയിൽ തന്നെ നേരത്തെയും പുലി ഇറങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഇത് ഒരു ഇടത്ത് സ്ഥിരമായി വരുന്ന ഒരു രീതിക്ക് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂട് സ്ഥാപിച്ചാൽ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ള ഒരു കാര്യമാണ് വനം വകുപ്പ് ചിന്തിക്കുന്നത്. കാരണം സ്ഥിരമായി ഒരു മേഖലയിലെത്തുന്ന അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പുലി വരുന്നുണ്ട് എങ്കിൽ ആ മേഖലയിൽ കൂട് സ്ഥാപിച്ച് പുലിയെ അവിടെ നിന്നും ഉൾവനത്തിലേക്ക് കൊണ്ടുവിടുന്നതിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാം. പക്ഷേ ഇതിപ്പോൾ കാടിനോട് ചേർന്ന പ്രദേശമാണ്. പക്ഷേ സ്ഥിരമായി ഒരേ മേഖലയിൽ തന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നില്ല. പക്ഷേ ഇടവിട്ട, അതായത് ഒരു 4 മാസം മുൻപ് ഇവിടെ ഈ പുലിയുടെ ആക്രമണം ഉണ്ടായിരുന്നു. അങ്ങനെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രതിസന്ധി ആയിരിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ ഈ മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കാനുള്ളൊരു നടപടിയുണ്ട്. പക്ഷേ അതേസമയം അതൊക്കെ തന്നെ പ്രായോഗികമായ ഒരു പ്രശ്നപരിഹാരമല്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്.